മക്കളെ ബിഗ് ബോസിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നാം സ്ഥാനത്തോട്ട് കുതിച്ചെത്തുന്ന അനീഷാണ്. അനീഷ് ഇതുവരെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 63,431 വോട്ടുകൾ അനീഷ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനം കിട്ടിയ അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 63,145 വോട്ടുകൾ അനുമോൾ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനമാണ്. എന്നാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയുള്ളത് ഷാനവാസാണ്. ഷാനവാസിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 60,529 വോട്ടുകൾ ഷാനവാസ് സ്വന്തമാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് ഷാനവാസ്, എനിക്ക് മൂന്നാം സ്ഥാനം മതിയേ, ആരും വലിച്ചുകൊണ്ട് പോലെ എനിക്ക് മൂന്നാം സ്ഥാനം മതി, മേലോട്ടും വേണ്ട താഴോട്ടും വേണ്ട മേലോട്ടും വേണ്ട താഴോട്ടും വേണ്ട എന്ന് പറഞ്ഞ് മൂന്നാം സ്ഥാനം തന്നെ ഷാനവാസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നാലാം സ്ഥാനം നൂറയാണ്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 59,951 വോട്ടുകൾ നൂറ് സ്വന്തമാക്കിയിട്ടുണ്ട്. നൂറ് ടോപ്പ് 5 കാണും, എന്നാലും വലിയ തോതിലുള്ള വോട്ട് മുന്നേറ്റമൊന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെ കുതിച്ചെത്തുന്ന അഞ്ചാം സ്ഥാനത്ത് കുതിച്ചെത്തുന്ന നെവിനെയാണ് കാണാൻ സാധിക്കുന്നത്. നെവിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 58,125 വോട്ടുകൾ നെവിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. നെവിന് നല്ല രീതിയിൽ വോട്ട് കയറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിന് തൊട്ട് പുറകിൽ നിൽക്കുന്ന അക്ബറാണ്. അടിപ്പത്തറി പോയി അക്ബറാണ് പുറകിൽ നിൽക്കുന്നത്. അക്ബറിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 57,959 വോട്ടുകൾ അക്ബർ സ്വന്തമാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ വോട്ടൊന്നും അക്ബറിന് കയറുന്ന കാണുന്നില്ല. കുഴപ്പമില്ല, ഇഞ്ചോടിച്ച് പോരാട്ടം തന്നെയാണ് നെവിനും അക്ബറിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും താഴെ നിൽക്കുന്നത് ആദിലാണ്. ഈ ആഴ്ച അടിച്ചു പുറത്താക്കാൻ അല്ലെങ്കിൽ വോട്ട് മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നത് ആദിലാണ്. ആദിലേക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 56,541 വോട്ടുകൾ ആദിലെതിരെ നേടിയെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷനിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദിലെയും അതുപോലെ തന്നെ നെവിൻ അല്ലെ അക്ബറിൽ ഒരാൾ പുറത്താവാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നെവിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കയറി വരുന്നുള്ളത് കൊണ്ട് തന്നെ അക്ബറും അതുപോലെ തന്നെ ആദിലെയും ആയിരിക്കും ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എവിക്ഷനിൽ പുറത്താകാൻ പോകുന്നത്. വളരെ സങ്കടകരമായുള്ള ഒരു വാർത്തയാണ്. കുഴപ്പമില്ല, അപ്പോഴല്ലേ ടോപ്പ് 5 എന്ന് പറഞ്ഞൊരു സംഭവം നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ടോപ്പ് 7 ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ പുറത്താക്കിയാൽ ടോപ്പ് 5 ആവും. അപ്പൊ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.